ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്പാനിഷ് താരമായ അൽവാറോ വാസ്കസിൻ്റെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള കംബാക്കിനെ കുറിച്ച്. ബാക്ക് ടു അൽവാറോ, ബാക്ക് ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ന്യൂസ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും അൽവാറോ വാസ്കസ് കംബാക്ക് ആണ്. ഇപ്പോൾ താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അടിയിലേക്ക് ഓരോ പോസ്റ്റ് ഇട്ടാലും എന്തിട്ടാലും എല്ലാത്തിൻ്റെ അടിയിലും അൽവാറോ പ്ലീസ് കംബാക്ക് എന്നുള്ള കമൻറ്റുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൽവാറോ വാസ്കസ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചപ്പോൾ ആരാധകരുടെയൊക്കെ ഫാൻ ഫേവറേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും താരത്തെ വീണ്ടും തിരിച്ച നമ്മുടെ ടീമിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് നല്ല പ്രകടനം കാഴ്ചവെച്ചതുമായിരുന്നു. ഇപ്പോൾ ന്യൂസ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മുടെ ലൂണക്ക് പകരം എന്ന് വെച്ചാൽ ലൂണയുടെ റീപ്ലേസ്മെൻ്റ് അല്ല, ലൂണക്ക് പകരം മറ്റൊരു ഫോറിൻ സ്ലോട്ടിലേക്ക് ആറാമത്തെ ഒരു വിദേശതാരമായിട്ട് വേറൊരു താരത്തെ ഒരു ഷോർട്ട് ടൈമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അപ്പോൾ അൽവാരെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ആരാധകർക്കൊക്കെ വലിയ ആഗ്രഹം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിനെ തുടർന്ന് ഒരു സ്പാനിഷ് റിപ്പോർട്ടർ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽവാറോ വാസ്കസ് ഇനി തിരിച്ച് ISL തന്നെ വരാൻ സാധ്യതകൾ വളരെ കുറവാണെന്ന രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇന്ന് IFT ന്യൂസ് മീഡിയ ഹാപ്പി ന്യൂ ഇയറിനോടനുബന്ധിച്ച് ആദ്യം ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. IFT ന്യൂസ് മീഡിയ അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് ഇന്ത്യയിലെ. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ IFT ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ടിൽ പറയുന്നത് വെച്ചാൽ സ്പാനിഷ് സ്ട്രൈക്കറായ അൽവാറോ വാസ്കസിനെ ഒരു ISL ക്ലബ്ബ് ഇപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ അത് ഏത് ക്ലബ്ബാണോ എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കോൺട്രാക്റ്റിലൊന്നും എത്തിയിട്ടില്ല ഇതുവരെയായിട്ടും. അൽവാറോ വാസ്കസ് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല ഇതിനെ തുടർന്ന്. ഒരു ഷോർട്ട് ടൈം ടൈമിലേക്ക് വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് താരത്തിന് ഓഫർ ചെയ്തിട്ടുള്ളത്, കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ക്ലബ്ബാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും ലിങ്കായി വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പരന്നുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്കാണോ എന്നുള്ള സംശയവും ഉണ്ട്. IFT ന്യൂസ് മീഡിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമോ ഏത് ക്ലബിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ താരത്തിന് ISL നിന്നൊരു ക്ലബ്ബ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരാകും എന്താവും എന്നൊക്കെ കണ്ട് തന്നെ അറിയാം. അൽവാറോ വാസ്കസ് തിരിച്ചു വരുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. എങ്ങനെയാൽ നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് അൽവാറോ വാസ്കസിന് ഇപ്പോൾ ആവശ്യമുണ്ടോ ചോദിച്ചാൽ ഇപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ലൂണ പോയതോടുകൂടി തന്നെ ഒരു ഡബിൾ സ്ട്രൈക്കർ ഫോർമേഷനിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ വിങ്ങിലെ ലൂണ ഇല്ല, അതുകൊണ്ട് തന്നെ വിങ്ങിലെ മറ്റു പ്ലേയേഴ്സ് ഇന്ത്യൻ പ്ലേയേഴ്സിനെ തന്നെ ആശ്രയിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥിതിക്ക് ഇനി ലൂണയെടുക്ക് പകരം മറ്റൊരു പ്ലെയർ എത്തിക്കുകയാണെങ്കിൽ അതൊരു സ്ട്രൈക്കർ ആയിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷനിൽ തോന്നുന്നത്. നമുക്ക് പെപ്ര ഡിമി അവിടെ ഒരു ബാക്കപ്പായിട്ട് ഒരു സ്ട്രൈക്കറെ കൂടി വെച്ച് നമ്മൾ അറ്റാക്കിംഗ് ആയിട്ട് കളിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ലൂണ തിരിച്ചു വരുമ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അൽവാറോ വാസ്കസ് തിരിച്ചു വരികയാണെങ്കിൽ അറിയില്ല. അൽവാറോ വാസ്കസ് എങ്ങനെയാലും ഇപ്പോൾ നിലവിലൊരു ഫോമിലല്ല. അപ്പോൾ കളിച്ച പോലെ ആരാധകർ ഈ കംബാക്ക് എന്ന് പറഞ്ഞ പോലെ അത്ര എളുപ്പമായിരിക്കില്ല. ആ ഫോമിൽ ഇവിടെ എത്തിയിട്ട് നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഫാൻസ് തന്നെ പിന്നെ അവസാനം കുറ്റം പറയലും തുടങ്ങും. അൽവാറോ അറിയാം FC ഗോവയിൽ പോയിട്ട് താരത്തിന് ആ പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുന്ന് പോയി ഇപ്പോൾ നിലവിൽ 3rd ഡിവിഷനിലായിരുന്നു സ്പാനിഷ്, അവിടുന്ന് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് കോൺട്രാക്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിക്ക് ഇനി എന്താവും ഇവിടെ സൈൻ ചെയ്യാനും തന്നെ എന്താവും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ അതൊക്കെ പിന്നെ അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു സൈൻ ചെയ്യാൻ, സ്ട്രൈക്കിങ്ങിലേക്ക് സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഓപ്ഷൻ ആയിരുന്നു അൽവാറോ വാസ്കസ്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കസ് മർഗുലോവ ആയിരുന്നു. ഈ സീസൺ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മാർക്കസ് മർഗുലോവ ട്രാൻസ്ഫർ സീക്രറ്റ്സ് എന്നുള്ള സംഭവങ്ങൾ പുറത്തുവിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡേ 4 അൽവാറോ വാസ്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തുവിട്ടത്. അപ്പോൾ അതിലുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓപ്ഷനായിട്ട് അൽവാറോ വാസ്കസ് ഉണ്ടായിരുന്നു. എന്നാൽ ഗ്രാൻഡ് സ്ട്രൈക്കർ ആയ ക്വാമെ പെപ്രയെ കിട്ടിയതോടുകൂടി അപ്പോൾ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. അൽവാറോ വാസ്കസ് വരാതെ പോയി എന്ന് തന്നെ പറയാം. ഒരു ഓപ്ഷനായിട്ട് ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്നു. മറ്റു സ്ട്രൈക്കേഴ്സിന് കിട്ടിയിട്ടെങ്കിൽ അൽവാറെ സൈൻ ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ സാധ്യതകളില്ലാതില്ല, ഒരു പക്ഷേ സൈൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.